കൊച്ചിയിലെ കുറച്ച് കുട്ടിപ്പാചക വിദഗ്ധരുടെ വിശേഷങ്ങളിലേക്കാണ് ഞങ്ങൾ ഇനി പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. നാടൻ ഇനങ്ങൾ മുതൽ കോണ്ടിനെന്റൽ വിഭവങ്ങൾ വരെ 3 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കിയ കുറച്ച് വിദ്യാർത്ഥികളുണ്ട് കളമശ്ശേരി. പറഞ്ഞത് കളമശ്ശേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാചക മത്സരത്തിന്റെ വിശേഷങ്ങളെ പറ്റിയാണ്. ചില രസകരമായ കാഴ്ചകളുണ്ട് അവിടെ, കാണാം. മീൻ പൊള്ളിച്ചത്, കൊഴുവ ഫ്രൈ, മലബാർ ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, വിവിധ തരം ജ്യൂസുകൾ, ചൈനീസ് ഡിഷുകൾ, അങ്ങനെ എല്ലാം തയ്യാർ. കളമശ്ശേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരത്തിലാണ് വിവിധ വിഭവങ്ങൾ ഒരുങ്ങിയത്. 3 മണിക്കൂറുകൾ കൊണ്ട് നാടൻ വിഭവങ്ങൾ മുതൽ ചൈനീസ് വിഭവങ്ങൾ വരെ തയ്യാറാക്കി പ്രദർശിപ്പിക്കണം. ഇതിൽ മത്സരിച്ച് വിജയിക്കുന്നവർ മികച്ച ഷെഫുമാരുടെ അടുത്തേക്ക്. മുഖ്യ ഷെഫ് ജോഷി വർഗീസാണ് ഈ കുട്ടി ഷെഫുകളുടെ വഴികാട്ടി. അവരോട് പറഞ്ഞേക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെനു 3 കോഴ്സ് മെനു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3 കോഴ്സ് മെനു ആണ് കുട്ടികൾ നമ്മുടെ ചെയ്യുന്നത്. ഇത് പ്രൊഡക്ഷൻ പഠിക്കുന്ന കുട്ടികളും അതുപോലെ നമ്മുടെ കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളും ആണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തേക്കണം. ഷെഫിളിനെ പോലെയൊക്കെ ഭാവിയിലെ വിദഗ്ധരാകും ഷുവർ 100% ഉറപ്പുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിവിധ വിഭാഗങ്ങളിലായി 50ഓളം വിദ്യാർത്ഥികളാണ് മേളയിൽ ഭാഗമായത്. പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഇവിടെ ആദ്യമായിട്ടാണ് നടത്തുന്നത്. നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കോമ്പറ്റീഷൻ തന്നിരിക്കുന്നത്. ഒരു സെറ്റപ്പാണ്. ഞങ്ങളുടെ ഒരു ലൈഫിലത്തെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കോമ്പറ്റീഷൻ. വെരി ഹാപ്പി. വിഭവങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായതിനാൽ വിധികർത്താക്കളും ആകെ കൺഫ്യൂഷനിലായി. ജഡ്ജ്മെൻറ്റ് വളരെ ടൈറ്റ് കോമ്പറ്റീഷനാണ്. കുട്ടികളെല്ലാം നല്ല ടാലൻറ്റഡ് ആണ്. എല്ലാവരും തന്നെ നല്ല ആവറേജ് നിലവാരത്തിന് ഉയർന്ന നിലയിലുള്ള ഒരു പ്രസൻറ്റേഷനും ടേസ്റ്റ് വൈസ്, എക്സ്പീരിയൻസ് വൈസ്, ടെക്സ്ചർ എല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കേരള ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കളമശ്ശേരിയിലേത്. രാജ്യത്തെ തന്നെ മികച്ച പാചക വിദഗ്ധരെ സമ്മാനിച്ച പാരമ്പര്യവുമുണ്ട് ഈ സ്ഥാപനത്തിന്. വിവിധ ഡിഷുകൾ ഒരുക്കി കഴിവ് കാട്ടുമ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൗകര്യം മെച്ചപ്പെടുത്താൻ സർക്കാർ കനിയണമെന്ന ആവശ്യവും ഇവർക്കുണ്ട്. കൊച്ചി. അടിപൊളിയല്ലേ? YS അഭിനന്ദാണ് പോയിരിക്കുന്നത്. ഡിഷുകളൊക്കെ കഴിച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, എല്ലാ ഡിഷും വിലയിരുത്തിയിട്ടുണ്ടാവാനാണ് സാധ്യത. അതെ, ഇതിപ്പോ മെനു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ നാടൻ വിഭവങ്ങളുണ്ട്, കോണ്ടിനെന്റൽ വിഭവങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെനു കാർഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കും. എന്നിട്ട് ലാസ്റ്റ് മലയാളികളാണെങ്കിൽ ഓർഡർ ചെയ്യുന്നതെന്ന് അറിയോ? എന്താ? പൊറോട്ടയും. അത് ഒഴിച്ചു നിർത്തി മലയാളികൾക്ക് മറ്റൊരു എന്താണ് പറയുക വിഭവമില്ല. പൊറോട്ട ബീഫ്, പൊറോട്ട ചിക്കൻ, അങ്ങനെ പല ഐറ്റങ്ങളുണ്ട്. പൊറോട്ട സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ പല കോമ്പിനേഷനിലുണ്ട്.